നബിതങ്ങളുടെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയേണ്ടത്. അതിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലൈഹി എന്ന് കൂട്ടിപ്പറഞ്ഞാൽ കൂടുതൽ നന്നായി. ഏതായിരുന്നാലും ശരി, ഓ സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അങ്ങനെയാ പറയുക. അള്ളാന്റെ പേര് കേൾക്കുമ്പോഴോ പഴയ കാലത്ത് വഅദ് പറയുന്ന മുസ്ലിയാര് ഖാലല്ലാഹു അസ്സ വജൽ അങ്ങനെ ചൊല്ലാറുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ പറയുന്ന വാചകമാണ്, പറയുമ്പോൾ പറയുന്ന വാചകമാണ് അസ്സ വജല്ല. അപ്പോൾ പറയുന്ന വാചകമാണ് അള്ളാഹിനെ ബഹുമാനിച്ച് പറയുന്ന വാചകമാണ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്സത്തുള്ള ആളല്ലേ, ജലാലത്തുള്ള ആളല്ലേ. പക്ഷെ നബി തങ്ങളെ പേര് പറയുമ്പോൾ മുഹമ്മദുൻ ജല്ല ജലാലുഹു എന്ന് പറയൂല, അസ്സ വജല്ല എന്ന് പറയൂല. നബി തങ്ങൾക്ക് പറയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയാണ്. അതേ സഹാബത്തിന് പറയേണ്ടത് റളിയല്ലാഹു അൻഹു ആണ്. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ പറയേണ്ടത് അസ്സ വജല്ല എന്നോ സുബ്ഹാനഹു വ തആല എന്നോ അല്ലെങ്കിൽ തആല എന്നോ അങ്ങനെയുള്ള വാചകങ്ങളാണ്. ഓരോന്നിനും കാറ്റഗറിയുണ്ട്. അതൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഇങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എല്ലാവരും ഒരുപോലെയല്ല, ബഹുമാനത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ വലിയ മഹാന്മാരാകുമ്പോ ആ മഹാന്മാരെ സാധാരണക്കാരെ ആദരിക്കുന്നത് പോലെ ആദരിച്ചാൽ പോരാ, അവർക്കുള്ള പ്രത്യേകമായ ആദരവ് അവർക്ക് ലഭിക്കണം. ഇതുകൊണ്ടാണ് ഇമാമിങ്ങൾ വസിയ്യത്തിന്റെ ബാബിൽ പറയാണ്, അതാ മഹാന്മാരായ ആലിമീങ്ങള്, മഹാന്മാരായ ഔലിയാക്കള്, സാലിഹീങ്ങള്, അവരെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയുന്നത് പുണ്യമാണ്. കാരണം അവരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയുമ്പോൾ ആളുകൾക്ക് ആ ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ പ്രചോദനമാവുകയും അവർ മഹാന്മാരാണെന്നതിന് ഒരു തെളിവുണ്ടാവുകയും ജനങ്ങൾ കൂടുതൽ സിയാറത്ത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയുന്നത് പുണ്യമാണെന്ന് റൗളയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. വിശദീകരിച്ചുകൊണ്ട് ഇമാം റംലി നിഹായയിൽ പറഞ്ഞത് കാണാം. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത് കാണാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിച്ചത് കാണാം. അങ്ങനെ മഹാന്മാരെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയൽ പുണ്യമുണ്ട്. എന്നാൽ എന്നെ പോലത്തെ ഒരാള് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അവരെ ഖബറിന്റെ മേലെ ഖുബ്ബ ആരും പണിയാറില്ല. കാരണം അപ്പോൾ ജനങ്ങൾക്ക് കൺഫ്യൂഷനാകും. അതുകൊണ്ട് അത് അവർക്ക് പാടില്ല. ഇതുപോലെ പറയട്ടെ, ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തിന് ഒരു ഉറൂസ് നടപ്പാക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ സാധാരണക്കാരും അസാധാരണക്കാരും തമ്മിൽ കൺഫ്യൂഷനാകും. അതിനാൽ മഹാന്മാരായ ആളുകൾ അവർ ഖബറിൽ കിടക്കുമ്പോൾ അവരെ അനുസ്മരിക്കുന്ന പരിപാടികൾ നടത്തി അവരുടെ മഹത്വം പിൻതലമുറക്ക് കൈമാറുകയും അവരെ ഖബർ സിയാറത്ത് ചെയ്യപ്പെടേണ്ടതാണെന്നും അവിടെ പോയി ഖുർആൻ ഓതേണ്ടതാണെന്നും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കേണ്ടതാണെന്നും അതെല്ലാം പുണ്യമാണെന്നും അത് അവരോടുള്ള സ്നേഹപ്രകടനമാണെന്നും വരും തലമുറക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ വേണം. അതിനാൽ അത് പുണ്യകർമ്മമാണ്, അതൊരിക്കലും ബിദ്അത്തല്ല. അത് പുണ്യകർമ്മമാണ്. കാരണം നടക്കുന്നത് ഒന്ന് ഖുർആനോത്താണ്, ഒന്ന് ഖബറിന്റെ അടുക്കൽ വെച്ചുള്ള ദുആയാണ്, മറ്റൊന്ന് അവരെ പേരുള്ള ഭക്ഷണം കൊടുക്കലാണ്, അതുപോലെ അവരെ ആദരിക്കലാണ്. അതിന് മുസ്ലിയാരെ അതിന് കുറേ വിളക്കിങ്ങനെ കത്തിക്കണോ, കുറേ ലൈറ്റിങ്ങനെ പിടിപ്പിക്കണോ? ഓരോരുത്തരുടെ സംശയമാണ്. നീ കഴിഞ്ഞ ആഴ്ചയല്ലേ ദുബായിൽ നിന്ന് വന്നത്, അബുദാബിയിൽ നിന്ന് വന്നത്? അവിടെ ഈ ഡിസംബർ 2 നീ കണ്ടില്ലേ എത്ര ലൈറ്റാ വെച്ചത്? അതിനു അതാ രാജ്യത്തെ ബഹുമാനിച്ചതാ. ആ രാജ്യത്തിന്റെ ഈദുൽ വതൻ, നാഷണൽ ഡേ. അപ്പൊ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം അതിനെ ആദരിച്ചിട്ട് ഒരുപാട് ലൈറ്റുകൾ കത്തുന്നു. അപ്പൊ ബിദഅത്താണെന്ന് പറയോ? അവിടെ പോയിട്ട് പറയേണ്ട പൂതിയും മാറിപ്പോവും. അത് പറയൂല. കാരണം അത് ആ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. നിന്റെ മകന്റെ കല്യാണത്തിന്, നിന്റെ മകളെ കല്യാണത്തിന് നീ എത്ര ബൾബാ കത്തിച്ചത്? എന്താണ് മോനെ അതിന്റെ കാരണം? നബി തങ്ങൾ അങ്ങനെ കത്തിച്ചിട്ടുണ്ടോ? കല്യാണത്തിന്റെ തലേന്ന് ഒട്ടാകെ ലൈറ്റ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ടായിട്ടുണ്ടോ?
അതില്ലല്ലോ. പക്ഷേ നീ നിന്റെ മകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, നിന്റെ മകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, ഇനി മകളും മകനും അവിടെ കിടക്കട്ടെ, നീ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ദിവസം നീ നല്ല ലൈറ്റ് കൊടുത്തില്ലേ? അതെന്തേ? നിന്റെ വീട്ടിനെ ബഹുമാനിച്ചതാണോ? അല്ല, അല്ല. അതേ, യഥാർത്ഥത്തിൽ അവിടെ ബഹുമാനിക്കുന്നത് ആരെയാണെന്നറിയോ? നിന്റെ ആ വീട്ടിൽ താമസിക്കുന്ന ദിവസം നിന്റെ വീട്ടിലേക്ക് കുറെ സയ്യിദന്മാർ വരുന്നുണ്ട്, കുറെ ആലിമീങ്ങൾ വരുന്നുണ്ട്, കുറെ മോമിനീങ്ങളെ നീ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ ആ സ്ഥലം ഭംഗിയാക്കി കാണിക്കുക എന്നത് അവരോടുള്ള ആദരവാണ്. അതേപോലെ നിന്റെ വീട്ടിലേക്ക് നിന്റെ പുതിയാപ്പിള വരുമ്പോ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാനുള്ള ഏർപ്പാടാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വലുതല്ലയോ അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവരെ ഖബറിൽ കിടക്കുമ്പോ അവരെ അനുസ്മരിക്കാൻ വേണ്ടിയുള്ള സമയം നിശ്ചയിച്ച് ആളുകൾ അവരെ സിയാറത്തിന് വേണ്ടി കൂട്ടം കൂട്ടമായി വരുമ്പോ അതിലെ അലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, നല്ല മുത്തഖീങ്ങളുണ്ട്. അങ്ങനെ പലരും വരുമ്പോ അവരെ കാണാൻ വരികയാണല്ലോ. അപ്പൊ അവരുടെ പരിസരങ്ങളൊക്കെ നന്നായി ഭംഗിയാക്കി വെച്ച് അവരോടുള്ള ആദരവും അവിടെ വരുന്നവരോടുള്ള ആദരവും പ്രകടിപ്പിക്കുന്നതല്ലയോ ഈ ലൈറ്റുകൾ? അതിനെ നീ കുറ്റം പറയേണ്ടതുണ്ടോ? അത് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമല്ലേ? നിന്റെ വീട്ടിലത് വെക്കുമ്പോ നിനക്ക് പ്രശ്നമില്ല, വിധേയത്താകുന്നില്ല. അതേപോലെ തന്നെ നിന്റെ മകളെ കല്യാണത്തിനാകുമ്പോ വിധേയത്താകുന്നില്ല, മകന്റെ കല്യാണത്തിനാകുമ്പോ വിധേയത്താകുന്നില്ല. നേരെ മറിച്ച് അതാ ഔലിയാക്കളെ മഖ്ബറയിൽ വരുന്ന മോമിനീങ്ങളെയും മഹാന്മാരെയും സ്വീകരിക്കുന്ന രംഗത്ത് ഇത് കാണുമ്പോൾ നിനക്കെന്തോ ഒരു വിഷമം. ആ വിഷമത്തിന്റെ അടിസ്ഥാനം ഔലിയാക്കളോടുള്ള വെറുപ്പാണ് കേട്ടോ. അഫ്ളലുൽ അമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമല് അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്, അല്ലാഹുവിന് വേണ്ടിയുള്ള വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഖബറിൽ കിടക്കുന്ന മഹാന്മാരോട് നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണ്? അവർ നമുക്ക് ബിരിയാണി വാങ്ങി തന്നിട്ടല്ല, നമുക്ക് വിസ തന്നിട്ടല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കച്ചവടത്തിൽ ഷെയർ കൂട്ടിയിട്ടല്ല. അവർ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചു, അവർ ഇബാദത്തിൽ മുഴുകി ജീവിച്ചു, അവർ അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ചു, ഈമാൻ ഇസ്ലാമിന്റെ പ്രചരണം നടത്തി ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നവരും ജനങ്ങൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചവരും അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിനെ ഉയർത്തിക്കാണിച്ച മഹാന്മാരായതിനാൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ അടിമകൾ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുന്നു, ബദരീങ്ങളെ സ്നേഹിക്കുന്നു, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ സ്നേഹിക്കുന്നു, അതേ അജ്മീർ ശൈഖ് തങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെ മഹാന്മാരെ ഔലിയാക്കളെ ആരിഫീങ്ങളെ സ്നേഹിക്കുന്നു. അത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതേ റജുലാനി തഹാബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫാറഖാ അലൈഹി. അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർക്ക് അർശിന്റെ തണലാണല്ലോ. അതേ നബിതങ്ങൾ പറഞ്ഞില്ല, 3 കാര്യമുള്ളവന് അതാ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം എത്തിച്ചു. ആർക്കാണ് ഈമാനിന്റെ മധുരം കിട്ടുന്നത്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമാകണം. പിന്നെയോ വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം. കുടുംബക്കാരനായത് കൊണ്ടല്ല, ജോലി തന്നത് കൊണ്ടല്ല, പാർട്ട്ണർ ആയത് കൊണ്ടല്ല, പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടല്ല, സംഘടനയുടെ പ്രവർത്തകനായത് കൊണ്ടല്ല. അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, ആ സ്നേഹമാകുമ്പോൾ അത് ഈമാനിന്റെ മധുരം എത്തിക്കുന്നു. ഒരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, അയാൾ കൃത്യമായി ജമാഅത്തിന് വരുന്ന ആളാണ്, അദ്ദേഹം നന്നായി ഇൽമു പഠിച്ച ആളാണ്, ഇൽമു പഠിപ്പിക്കുന്ന ആളാണ്, ആ മുതഅല്ലിം നന്നായി ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാണ്, അദ്ദേഹം പള്ളിയുടെയും മദ്രസയുടെ ഒക്കെ കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ്, അതിനു വേണ്ടി പ്രയാസപ്പെടുന്ന ആളാണ്, മദ്രസ നടത്താൻ വേണ്ടി അധ്വാനിക്കുന്ന സെക്രട്ടറി
സെക്രട്ടറിയാണ്, പള്ളി നടത്താൻ വേണ്ടി അധ്വാനിക്കുന്ന പ്രസിഡന്റാണ്. അല്ലാതെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കസേരയിൽ ഇരിക്കാനല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് എന്ന നിലക്ക് പ്രസിഡന്റിനെ സ്നേഹിച്ചാൽ, സെക്രട്ടറിയെ സ്നേഹിച്ചാൽ, അതേ പള്ളിയിലെ ഉസ്താദിനെ സ്നേഹിച്ചാൽ, മുഅല്ലിമീങ്ങളെ സ്നേഹിച്ചാൽ, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചാൽ, അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങളെ സ്നേഹിച്ചാൽ, നബിതങ്ങളെ കുടുംബത്തെ സ്നേഹിച്ചാൽ, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാണ്, ദുനിയാവിന് വേണ്ടിയുള്ള സ്നേഹമല്ല. സുബ്ഹാനല്ലാഹ്. ആ സ്നേഹം അത് ഈമാനിന്റെ മധുരം ലഭിക്കുന്ന സ്നേഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാൻ ഉണ്ടാകണം, അപ്പോഴേ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് അവരുടെ അനുസ്മരണ പരിപാടികൾ. അത് കൊല്ലത്തിൽ ഒരിക്കൽ നടത്തുന്നു. കാരണം ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞാൽ മലക്കുകൾ പറയുന്നതാണ്, നം നൗമത്തുൽ അറൂസ്, നീ അറൂസിന്റെ പുതിയാപ്പിള ഞങ്ങളാണ്ട് പറയും. ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. പുതിയാപ്പിള വിശ്രമിക്കും പോലെ വിശ്രമിച്ചോ എന്ന് പറയും ഖബറിൽ ആളുണ്ട്. അതിൽ നിന്ന് വന്നതാണ് ഉറൂസ് എന്ന പദം. നല്ല സന്തോഷത്തിൽ കഴിയുകയാണ് അവർ ഖബറിൽ. അവർ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആനന്ദിക്കുകയാണ്, സ്വർഗം കണ്ട് ആനന്ദിക്കുകയാണ്. അവരെ അനുസ്മരിക്കുന്ന പരിപാടി, അതാണ് ഉറൂസ് എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ കൊല്ലത്തിൽ ഒരു തവണ, പ്രത്യേകിച്ച് ചില സ്ഥലത്ത് 2 കൊല്ലത്തിൽ, ചില സ്ഥലത്ത് 5 കൊല്ലത്തിൽ, ചില സ്ഥലത്ത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്രകാരം അത് സമയം നിശ്ചയിക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടി തന്നെ മെനക്കെട്ട ആളുകൾ വരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും ഭക്ഷണം കൊടുക്കാനും അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നടക്കാനുള്ള ഒരു കാരണമാകുന്നു ഈ ഉറൂസ് പരിപാടി. അതിന്റെ പുറമെ ഉറൂസ് പരിപാടിയുടെ ഇപ്പൊ തന്നെ ഇവിടെ എഴുന്നേറ്റിരിക്കുമ്പോൾ പറഞ്ഞ് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും സഹായിക്കാൻ പറയണമെന്ന് പറഞ്ഞു. നല്ല കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും സഹായിക്കണം. ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സഹായിക്കണം, ദീനീ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സഹായിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് സഹായങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിനൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ട്? ഇത്തരം പരിപാടികൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. എത്ര ആളുകളാണ് ഇൽമു പറയുന്നത്, എത്ര ഇൽമാണ് കേൾക്കുന്നത്, എത്ര സലാത്താണ് ചൊല്ലുന്നത്, എത്ര ദുആയാണ് നടക്കുന്നത്, എത്ര ഫാത്തിഹയാണ് ഓതി പോകുന്നത്. ഇങ്ങനെ എത്ര നന്മകളാണ് ഒരു ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്നത്. പിന്നെ അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് നടക്കണം. ബിദ്അത്തിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയേണ്ട ഒരു പണ്ഡിത സല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആചാരം, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആചാരം. ആചാരം നല്ലതുകൊണ്ട് മോശമുണ്ട്. ഇത് നല്ല ആചാരമാണ്. ആചാരം നല്ലതുകൊണ്ട് മോശമുണ്ട്. ബടക്കാചാരം എങ്ങനെ? ബടക്കാചാരങ്ങൾ കാണില്ല, അറബിയിലുള്ള ഖുത്ബ പഠിച്ച് മലയാളാക്കുക, ജുമുഅ ബാത്തിലാക്കുക. അത് ബിദ്അത്ത്, ഹറാമായ ബിദ്അത്ത്, നിസ്കാരം ബാത്തിലാക്കുന്ന ബിദ്അത്ത്. ഇതേപോലെ തന്നെ അള്ളാഹ് കയ്യും കാലും ഉണ്ടെന്ന് വിശ്വസിക്കുക, അത് ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന നിലക്കുള്ള ബിദ്അത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയാ, ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന നിലക്കുള്ള ബിദ്അത്ത്. അതേപോലെ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ഇപ്പൊ ഒരു മൗലവി വന്നിട്ട് പറയാ, അല്ല പള്ളി പോലാണ് ഖൈർ എന്ന് പറയാ. ഇത് ബിദ്അത്ത്, കടുത്ത അനാചാരം, ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവരൽ. അതൊരിക്കലും പാടുള്ളതല്ല. അപ്പൊ ഇസ്ലാമിൽ ഉള്ള നല്ല കാര്യങ്ങൾ അത് സംഘടിപ്പിക്കുന്നതും അതിന് വേദിയൊരുക്കുന്നതും അതൊന്നും അനാചാരം എന്ന അർത്ഥത്തിലുള്ള ബിദ്അത്ത് അല്ല. നിങ്ങൾ ചോദിച്ചോക്ക്, മദ്രസ, ഇവിടെ മദ്രസ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ നടത്തിയിരുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബുകൾ രചിച്ചിരുന്നോ? ഇല്ല. എന്തിനധികം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ജുസുള്ള മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതിയിരുന്നോ? ഇല്ല. ഖുർആൻ ഓതിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. 30 ജുസുള്ള ഒരു മുസ്ഹഫിന്റെ 1ാമത്തെ കോപ്പി തന്നെ ഇവിടെ എഴുതി തയ്യാറാക്കുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതിന് മുമ്പ് നബി തങ്ങൾ വഫാത്താകുമ്പോൾ 30 ജുസുള്ള ഒരു മുസ്ഹഫിന്റെ ലോകത്തില്ല. അതുകൊണ്ട് മുസ്ഹഫ് അച്ചടിക്കലൊക്കെ ബിദ്അത്താ, നബി തങ്ങൾ ചെയ്യാത്തൊക്കെ ബിദ്അത്താ. മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതൽ ബിദ്അത്താ, ബുഖാരി നോക്കിയിട്ട് ഓതി കൊടുക്കുന്നത് ബിദ്അത്താ. അതൊന്നും അനാചാരമല്ല. ബിദ്അത്ത് എന്ന് വേണമെങ്കിൽ ഭാഷയിൽ പറയാം, അത് അതിനെ സംബന്ധിച്ച് ആചാരം എന്ന അർത്ഥത്തിൽ പറയാം.
പുത്തനാചാരം എന്ന് നിനക്ക് പറയാൻ പറ്റില്ല. പുത്തനാശയമല്ലത്, പുത്തനാചാരമല്ലത്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഉള്ളതിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയതാണ്. മദ്രസയും സിലബസും ടൈം ടേബിളും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാരായിരുന്നു ചോദിച്ചു നോക്ക്, സദർ മുഅല്ലിമാരായിരുന്നു ചോദിച്ചു നോക്ക്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തുള്ള മദ്രസയിലെ സദർ മുഅല്ലിമാരാണെന്ന് ചോദിച്ചു നോക്ക്. അതിന് സദർ മുഅല്ലിമില്ല, മുഅല്ലിമില്ല. എന്നാ പിന്നെ ഇൽമു പഠിപ്പിച്ചില്ല എന്നാ? അല്ല, ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അതിന് ക്രമീകരണം വരുത്തിയതാണ്. അതാണ് നമ്മുടെ മദ്രസയും സിലബസ് ഒക്കെ. അപ്പൊ അതൊക്കെ ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിയാൽ ഇസ്ലാം ദീൻ ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ ഇത് മഹാന്മാരെ ആദരിക്കാനുള്ള ഏർപ്പാടാണ്. അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് എതിർക്കുന്നവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വിവരം ഇല്ല. അതുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ മതം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവരമുള്ളവരവിടെ നിൽക്കട്ടെ, വിവരമില്ലാത്ത ഞാൻ പറയട്ടെ എന്നാണ്. അപ്പോ സുബ്ഹാനല്ലാഹ്, അതിനേക്കാണ് രസമുണ്ട്. നമ്മളെ ഈ കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ പത്രക്കാര്, കുറെ ചാനലുകാര്, കുറെ ആൾക്കാരുണ്ടല്ലോ. അവരെ ഈ സ്വഭാവം എന്താ അറിയോ? വിവരമുള്ള ആളോട് ചോദിക്കുന്നില്ല, വിവരമില്ലാത്തവരോട് പോയി ചോദിക്കുക. മദ്രസയിലെ കുട്ടികളോടൊക്കെ പോയി ചോദിക്കുന്നത് ഓരോരോ മസ്കല. എന്നാ പിന്നെ ആ മദ്രസയിലെ മൊയ്ലിയാരോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ പള്ളിയിലെ ഖാദിയാരോട് ചോദിച്ചൂടെ? അല്ല, ചോദിക്കുന്നത് വിവരമില്ലാത്തവർ തന്നെ തെരഞ്ഞു പിടിച്ചിട്ട് പറയിക്കുക. എന്നിട്ട് അവർ പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ വലിയ സംഗതിയാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് സ്വന്തം അതാ കുടുംബത്തിലുള്ളവർക്ക് തന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരും നല്ലത് മാത്രം ചെയ്യുന്നവരും നന്മ ഉദ്ദേശിക്കുന്നവരും നമുക്കൊക്കെ മരിക്കണം എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവരുമായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരും. നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം, നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം ഖൽബിലേക്കല്ലേ നോട്ടം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഉണ്ട് ഒരു പുതിയ പരിപാടി. പെണ്ണുങ്ങൾ പലരും തലമറക്കുന്നുണ്ട്. ആ മൊയ്ലിയാർ പറഞ്ഞില്ലേ, ഖൽബിലേക്കാണ് അള്ളാഹ് നോക്കുക, അള്ളാഹ് തലകൊള്ള നോക്കൂലോ. എടോ, ഖൽബ് നന്നായെങ്കിൽ നിന്റെ മുടി നീ പുറത്ത് കാണിക്കൂല പെണ്ണേ, അത് പച്ച ഹറാമല്ലേ. ഇപ്പോൾ ചില ചെറുപ്പക്കാർക്കുണ്ടൊരു ഏർപ്പാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞതും ഹദീസിലുണ്ട്, നബിതങ്ങൾ മുടി വളർത്തിയതും ഹദീസിലുണ്ട്. പക്ഷേ ആ നബിതങ്ങൾ മുടി വളർത്തുമ്പോൾ എണ്ണയിട്ട് വാർന്നിരുന്നു. ഇപ്പൊ എണ്ണ തൊടുന്നില്ല ചിലര്. എണ്ണ തൊടുന്നില്ല എന്ന് മാത്രമല്ല, കുളിച്ച് വന്നിട്ടും വാർന്ന് വെക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് മേലോട്ടേക്ക് പൊക്കിയിടുകയാണ് മുടി. ഒരു പുതിയ പരിപാടിയാണ്. അത് സുന്നത്തിന്റെ രൂപമല്ല. മുടി വാർന്ന് അച്ചടക്കത്തിൽ വെക്കുകയാണ് വേണ്ടത്. ഒരു അച്ചടക്കമില്ലാത്ത സമൂഹമാണെന്ന് മുടി കാണുമ്പോൾ തന്നെ തോന്നാൻ പാടില്ലല്ലോ. ഇതുപോലെ ഞാൻ പറയട്ടെ, വേറെ ചില സംഗതി കാണുന്നുണ്ട്. ചിലര് മുടി അങ്ങ് പഠിക്കുകയാണ്. എവിടെ? അതാ മദ്യത്തിൽ മാത്രം വെച്ചിട്ട് 4 ഭാഗവും വടിച്ചു കളയുകയാണ്. ബേക്കിലൊന്നും തീരെയില്ല, മൊത്തം പഠിച്ചിട്ടുണ്ട്. മദ്യത്തിൽ മാത്രം ചട്ടി കുടുക്കിയതുപോലെ. ഇതും ശരിയായ രീതിയല്ല, അതും തെറ്റായ രീതിയാണ്. വേറെ ചിലര് മുടി അങ്ങോട്ട് വളർത്തിയിട്ട് പെണ്ണുങ്ങൾ വളർത്തും പോലെ ആണുങ്ങൾക്ക് മുടി എന്നിട്ട് ബാക്കിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു ബാലുമായിട്ട് നടക്കുന്നു. ഇതൊന്നും ശരിയായ രീതിയല്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ നബി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, നബി തങ്ങൾ എങ്ങനെയാണ് മുടി വളർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അത് പിന്തുടരാനുള്ളൊരു നല്ല മനസ്സ് മുസ്ലിമീങ്ങളെ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം. നമ്മൾ കുറെ അപ്പുറവും ഇപ്പുറവും കുറ്റം പറയുന്നവരും പരസ്പരം നിസ്സാരപ്പെടുത്തുന്നവരും പരസ്പരം ഭിന്നിക്കുന്നവരും പരസ്പരം ചീത്ത വിളിക്കുന്നവരും അങ്ങനെയൊന്നും ആകാതെ നമ്മുടെ മുന്നിലൊരു മരണമുണ്ടെന്ന ബോധത്തോടെ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയൊന്ന് മരിക്കണം. സുബ്ഹാനല്ലാഹ്. അതുവരെ ഉള്ള ആളുകൾ അവരെല്ലാം മാറി നിന്നുപോയി. നമ്മൾ സ്വന്തത്തിൽ തന്നെ മരണത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. ആ മരണം സംഭവിച്ചാൽ നമുക്ക് ഖബറിലേക്ക് ഒറ്റയ്ക്ക് പോയി കിടക്കാനുള്ളതാണ്. അവിടെ മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളതാണ്. കൂടെ ആരും വരുന്നില്ലല്ലോ. എത്ര വലിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനും മയ്യിത്ത് കട്ടിലിൽ കയറുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. കണ്ണട അഴിച്ചു വെച്ചു പോയി. അതേ, നീ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടോ? ഹറാം. അത് ഊരി വെച്ചു പോയി. എല്ലാ മോതിരവും എല്ലാ സാധനവും ഊരി വെച്ചു പോയി. നിന്റെ അന്തസ്സുള്ള ഡ്രസ്സുകളൊക്കെ ഊരി വെച്ചു പോയി. വെറും
3 കഷ്ണം തുണിയിൽ നിന്നെ പൊതിയുമ്പോൾ നീ പലരെയും ഗീബത്ത് പറഞ്ഞ നിന്റെ തൊള്ളയില്ലേ, നീ കളവ് പറഞ്ഞ നാവും തൊള്ളയുമില്ലേ, നീ ചിലപ്പോൾ കഞ്ചാവടിച്ച വായില്ലേ, അതിന് പരുത്തി വെച്ചു പോയി. അന്യപെണ്ണിലേക്ക് നോക്കിയ കണ്ണില്ലേ, അവിടെ പരുത്തി വെച്ചു പോയി. നിന്റെ കാത് ഹറാമിങ്ങനെ കേട്ട കാതില്ലേ, അലിമീങ്ങളെ ചീത്ത പറയുന്നതും കുറ്റം പറയുന്നതൊക്കെ കേട്ട നാവില്ലേ, അതേ കാതില്ലേ, അതിന് അതാ പരുത്തി വെച്ചു പോയി. നിന്റെ തൊള്ളക്ക് പരുത്തി വെച്ചു പോയി. അങ്ങനെ നിന്റെ കൈകൾക്കിടയിൽ വിരലുകൾക്കിടയിലും എല്ലാം പരുത്തി വെച്ചു പോയി. 3 കഷ്ണം തുണിയിലങ്ങ് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം ഈ പാവപ്പെട്ട എനിക്ക് അത് എപ്പോഴാണെന്ന് പറയാനൊക്കുമോ? നാളെ ഈ സമയത്ത് ഞാൻ ഖബറിലാണോ അല്ല ഇതേപോലെ പുറത്താണോ എനിക്ക് പറയാനൊക്കുമോ? നമുക്കാർക്കെങ്കിലും പറയാനൊക്കുമോ? ഓ മുഅ്മിനീങ്ങളെ, വസ്തഫിരി ഖിദ്ദംഅ മിൻ ഐനിൻ ഖാദിൻ തലഅത് മിനൽ മഹാരിമി വൽ സംഹിം യതന്നദമി. നിങ്ങളോടിത് പറയുമ്പോൾ ഞാനൊരു മഅസൂമായ നബിയല്ല, മഹ്ഫൂദായ ഖുത്ബല്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും മോശക്കാരനായിരിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ച് ജീവിതത്തിൽ വന്ന തെറ്റുകൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും നല്ലവരായി ജീവിച്ച് മരിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീൻ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ.